മറക്കാൻ കഴിയാത്തൊരു നിമിഷം എന്ന് വെച്ചാൽ വല്ലാത്തൊരു മൊമെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാറ്, അദ്ദേഹം ഒന്ന് വീണ് അദ്ദേഹത്തിൻ്റെ കാലിനോ മറ്റോ ഒരു ചെറിയ പ്രയാസം വന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരണം, കാരണം ബാക്കി ചികിത്സകളും കാര്യങ്ങളൊക്കെ വേണ്ടൊരു സിറ്റുവേഷനായി. ഓരോ ഭരണാധികാരികളുടെ മുഗൾ എംപേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാവുന്നുള്ളതാണ്. അത്തരത്തിൽ ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഡൽഹിയിൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണണം, സാധിക്കുന്നവരൊക്കെ കാണണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൃശ്യത്തിലെ പുതിയൊരു എപ്പിസോഡുമായിക്കൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ഷമീൽ മഞ്ചേരിയാണുള്ളത്. നമുക്ക് ദൃശ്യത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോൾ നമ്മൾ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇൻഷാ അല്ലാ നമ്മുടെ ഈ ഒരു ചർച്ച. ഏതായിരുന്നാലും എവിടേക്കായിരുന്നു യാത്ര? യാത്ര ഡൽഹിയിലേക്കായിരുന്നു. സാധാരണ അത്ര അധികം യാത്ര പോകുന്ന ആളൊന്നുമല്ല ഞാൻ. കുറേ മുമ്പ് പോയിട്ടുണ്ട് ഡൽഹിയിലേക്കൊക്കെ. പിന്നെ അത്യാവശ്യം ചെറിയ യാത്രകളൊക്കെ ഉണ്ടാവുന്നല്ലാതെ വലിയ യാത്രകൾ വളരെ കുറവാണ്. അങ്ങനെ കഴിഞ്ഞ ഓണം വെക്കേഷനിൽ ഒന്ന് ഫാമിലിയെയും കൂട്ടി ഡൽഹിയിൽ പോയതാണ്. അതാണ് ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏത് സമയത്തായിരുന്നു? ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുത്തിരുന്നോ? മാസം? ഇല്ല, സ്കൂള് അവധി എന്നുള്ള നിലക്ക് കഴിഞ്ഞ ഓണം വെക്കേഷൻ അത് തിരഞ്ഞെടുത്താണ്. ഓക്കെ. അപ്പോൾ വെക്കേഷനുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു യാത്ര ഫാമിലിയായിട്ട് പോകാനൊരു അവസരത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ പോയത് എങ്ങനെയായിരുന്നു? എയർ മാർഗമാണോ അതോ? അല്ല, ട്രെയിനായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം ഒരു യാത്ര അനുഭവിക്കാനും കൂടെ ഒരു അവസരം കൂടിയാണ് അല്ലേ? ഏകദേശം 2 ദിവസത്തോളം അങ്ങോട്ട് മാത്രം, പിന്നെ 2 ദിവസത്തോളം അങ്ങോട്ടും യാത്രയുണ്ട്. വീട്ടിൽ നിന്ന് മാറി നിന്ന് കുറേയൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ പോകാനുള്ളൊരു അവസരം കൂടിയാണ് ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ. അത് ഡൽഹിയിലേക്കാവുമ്പോൾ അതൊരു വേറൊരു ആവേശം കൂടിയാണ്. അതെ. മാത്രമല്ല ഫാമിലി ആയതുകൊണ്ട് നമ്മൾ AC ആണ് ചൂസ് ചെയ്തത്. കുറച്ച് റേറ്റ് കൂടുമെങ്കിലും സേഫ്റ്റി, ഫാമിലി ആകുമ്പോൾ ഒന്നുകൂടി സേഫാണ്, ഒരു കംഫർട്ടാണ്. അതുകൊണ്ടാണ് മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട് ഡൽഹിയിൽ. അന്ന് നോർമൽ നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലായിരുന്നു പോയിരുന്നത്. പക്ഷെ അത് വേറൊരു അനുഭവമാണ്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നൽകുന്ന, കുറച്ചുകൂടി കാഴ്ചകൾ നൽകുന്ന പോക്കാണല്ലോ സ്ലീപ്പർ ക്ലാസ്സിലെ പോക്ക്. പുറലോകവും പുറലോകത്തുള്ള മനുഷ്യരെയൊക്കെ ഒന്നുകൂടി അടുത്തറിയാനും സ്ലീപ്പർ ക്ലാസ്സിൽ പോകാൻ പറ്റും. ഫാമിലിയാ പോകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്തതാണെന്നുള്ളൂ. അതെ. അപ്പോൾ ഏതായിരുന്നാലും ഡൽഹിയുടെ വിശേഷങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ ഒത്തിരി അനുഭവങ്ങളുണ്ടാവും. ഏതായാലും എത്ര ദിവസത്തേക്കായിരുന്നു യാത്ര? ഇത് ഒരാഴ്ചയിലേക്ക്. ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും അവിടെ 1-2 ദിവസമുള്ള കറക്കമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ആഴ്ചയുള്ള ഒരു യാത്രയായിരുന്നു. ചെറിയ യാത്രയായിരുന്നു. അതെ അല്ലേ. ഫാമിലി എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ വൈഫും കുട്ടികളും. 2 മക്കൾ. മാഷാ അല്ലാ, ചെറിയ മക്കളായിരിക്കും. അതെ. ഓക്കെ. ഡൽഹിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. മുമ്പ് അങ്ങനെ പോയിട്ട് വല്ല പരിചയമുണ്ടോ? മുമ്പ് പോയിട്ടുണ്ട്. 10 വർഷം മുമ്പാണ്. എന്ന് വെച്ചാൽ B.Ed പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻ്റർ ഉണ്ട് മലപ്പുറത്ത്. അവിടെയാണ് B.Ed പഠിച്ചിരുന്നത്. ആ സന്ദർഭത്തിൽ അന്നൊരു 10 ദിവസത്തെ ഇതിനേക്കാൾ മനോഹരമായ യാത്രയായിരുന്നു. കുറച്ചുകൂടി ദിവസങ്ങൾ അധികമുണ്ട്. അപ്പോൾ അന്ന് പോകുമ്പോൾ അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്നത്തെ ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഗോപാലൻ മാഷുണ്ട്, ഗോപാലൻ സാർ. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ പോകുന്നെങ്കിൽ പോയിക്കോളൂ, പിന്നെ ഇതുപോലൊക്കെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റിക്കോളന്നില്ല. അന്ന് എക്സ്പെൻസും ശരിക്ക് വളരെ കുറവായിരുന്നു. ഒന്നിച്ച് എല്ലാ കുട്ടികളും സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒന്നിച്ചൊക്കെ പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് ഗോപാലൻ സാർ പറഞ്ഞൊരു ഒരു വാചകമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അതെ. അപ്പോൾ അന്ന് ആ സമയത്ത് നമുക്ക് പോകാനൊക്കെ എങ്ങനെ പോകും, അല്ലെങ്കിൽ കുറേ ആശയങ്ങളുണ്ടാവും. പക്ഷെ ഇന്നിപ്പോൾ അത് ആ പറഞ്ഞതിന് ഒരു യാഥാർത്ഥ്യമായൊരു സന്തോഷം കൂടെ മുഖത്തുണ്ട് അല്ലേ? ഇൻഷാ അല്ലാ. ഓക്കെ. അന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എന്നാലും ഒരുപാട് ആശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഏതായിരുന്നാലും നമ്മുടെ ഈ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അന്നത്തേതാണോ? അതെ. അന്ന് പങ്കുവെക്കാമോ? അന്ന് വളരെ സന്തോഷമുള്ള, അല്ലെങ്കിൽ ആദ്യം അന്നത്തെ യാത്ര ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു നഷ്ടബോധം തോന്നുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അന്നും ഇപ്രാവശ്യം പോയപ്പോഴൊക്കെ പാർലമെൻറ്റ്, ഇപ്രാവശ്യം പോയപ്പോൾ അത് നമ്മുടെ ഇതിലില്ല, പക്ഷേ അന്ന് പോയപ്പോൾ നമ്മുടെ ആ ഒരു യാത്രയിൽ പിന്നെ പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. പാർലമെൻറ്റിൻ്റെ അകത്ത് കയറി കാണാനുള്ള പെർമിഷനും മറ്റുമൊക്കെ നേരത്തെ നമ്മുടെ അധ്യാപകരെടുത്തിരുന്നു. പക്ഷേ നല്ല ബ്ലോക്കിൽ അകപ്പെട്ടു. അതുകൊണ്ട് അവിടെ ആ നിശ്ചിത സമയത്തിന് എത്തണമല്ലോ, അതെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പാർലമെൻറ്റ് കാണാൻ അത് മിസ്സായി. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയ
ഒരു കേന്ദ്രമാണല്ലോ ശരിക്കും പാർലമെന്റ് എന്നുള്ളത്. അത് കാണാനും അതിൻ്റെ അകത്ത് കയറി അതൊക്കെ ഒന്ന് സന്ദർശിക്കാനുള്ള അവസരം അന്ന് നഷ്ടമായി. അതാണ് ഒരു നഷ്ടബോധം അന്നത്തെ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ളത്. പിന്നെ അന്നത്തെ യാത്രയിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു പക്ഷെ അന്ന് പോയ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും മറക്കാൻ കഴിയാത്തൊരു നിമിഷം എന്ന് വെച്ചാൽ വല്ലാത്തൊരു മൊമെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാറ്, ബൈജു സാറുണ്ട്. അദ്ദേഹം ഒന്ന് വീണ് അദ്ദേഹത്തിൻ്റെ കാലിനോ മറ്റോ ഒരു ചെറിയ പ്രയാസം വന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരണം, കാരണം ബാക്കി ചികിത്സകളും കാര്യങ്ങളൊക്കെ വേണ്ടൊരു സിറ്റുവേഷനായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ അധ്യാപകരും സ്റ്റുഡൻസൊക്കെ കൂടി ഒരു ചർച്ച നടന്നു. ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണമല്ലോ, കാലിന് പ്രയാസം വന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ 2 അധ്യാപകർ അദ്ദേഹത്തിൻ്റെ കൂടെ പോന്നു കഴിഞ്ഞാൽ, ഇദ്ദേഹം അധ്യാപകനാണ്, കൂടെ 2 അധ്യാപകർ പോന്നു കഴിഞ്ഞാൽ നമ്മുടെ എസ്കോട്ടിങ്ങിന് വേണ്ടത്ര ടീച്ചേഴ്സ് ഇല്ലാതെ വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു അധ്യാപകനും പിന്നെ ഒരു സ്റ്റുഡൻറ്റും തിരിച്ച് നാട്ടിലേക്ക് പോകാം എന്നൊരു തീരുമാനം വരികയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ആരാണ് ഈ സാറിൻ്റെ കൂടെ, ആരാണ് ഇദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുക എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ സിദ്ദീഖ് സാറുണ്ട്. സിദ്ദീഖ് ഞങ്ങളുടെ സുഹൃത്ത്. അപ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയങ്ങൾ വളരെ മുൻപന്തിയിലുള്ള സുഹൃത്താണ് സിദ്ദീഖ് മാഷ് എന്ന് പറഞ്ഞാൽ. മൂപ്പര് വളരെ പെട്ടെന്ന് വില്ലിങ്ങായി. നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കും, നമ്മളവിടെ എത്തിയിട്ടേ ഉള്ളൂ, നമുക്ക് ഇനി അത് കഴിഞ്ഞ് കുളു മണാലി പോകാനുണ്ട്. നമ്മളൊക്കെ അവിടെ പോകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണല്ലോ, പ്രത്യേകിച്ച് ആ പ്രായത്തിൽ. അപ്പോൾ ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ നമ്മളാരും പെട്ടെന്നായിട്ട് വില്ലിങ് ആവുന്നില്ല. അപ്പോൾ പക്ഷേ സിദ്ദീഖ് സാറിൻ്റെ സ്വഭാവം അതാണല്ലേ. സിദ്ദീഖ് എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തിൻ്റെ മൂപ്പരുടെ ഒരു എന്താ പറയുക, നേച്ചറിലുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ സിദ്ദീഖ്, അതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ട് ആബിദ് സാറുണ്ട്. ആബിദ് സാർ, ഇവർ 2 പേരാണ് പിന്നെ ബൈജു സാറിൻ്റെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. യാത്ര തുടങ്ങിയിട്ടുള്ളായിരുന്നു, അവിടെ എത്തിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു വലിയ ത്യാഗമായിരുന്നു. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇന്നുള്ള ഒരു വലിയ ത്യാഗത്തിൻ്റെ ഒരു ഓർമ്മകളാണ് ശരിക്ക്. ഇപ്പോൾ സിദ്ദീഖ് സാറും ബൈജു സാറൊക്കെ ഓർമ്മയിലൊന്നും അനുഭവം, ആബിദ് സാറും അങ്ങനത്തെ ഒരു അനുഭവമാണ് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ടീച്ചറാകാനുള്ള പഠന സമയത്ത് ഉണ്ടായൊരു അനുഭവം അല്ലേ. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് ആരാ പോകുന്നെന്ന് പറഞ്ഞത്? സിദ്ദീഖ്. ഇപ്പൊ മാഷാണ്, സാറാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ സിദ്ദീഖ് സാർ എന്ന് പറഞ്ഞത്. സിദ്ദീഖ് നല്ലൊരു സദീഖായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ മുൻ അനുഭവം വല്ലാത്തൊരു അനുഭവം തന്നെയാണ്, മറക്കാനാകാത്ത ഒരു ഓർമ്മയുണ്ട് അല്ലേ. ഓക്കെ. ഏതായിരുന്നാലും ഇനി ഇപ്പോൾ ഈ അടുത്ത് ലാസ്റ്റ് ഫാമിലി ആയിട്ട് പോയ വിശേഷങ്ങളിലേക്ക് പോകാം. അവിടെ ഡൽഹിയിലേക്ക് അപ്പോൾ നമ്മൾ ആദ്യം എത്തിയത് എവിടെയായിരുന്നു? ആദ്യം ആഗ്രയിലായിരുന്നു. ഞങ്ങളൊരു ശനിയാഴ്ച രാവിലെയാണ് പുറപ്പെടുന്നത്. ശനിയാഴ്ച രാവിലെ കോഴിക്കോട് നിന്ന് ഒരു 5:30ക്കുള്ള ട്രെയിൻ ഉണ്ട്, അതിനാണ് പുറപ്പെട്ടത്. അങ്ങനെ പുറപ്പെട്ട് ശനിയാഴ്ച ഫുള്ള് ട്രെയിനിൽ, പിന്നെ ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് ആഗ്രയിലെത്തുന്നത്. പിന്നെ ട്രെയിനിൽ ഈ പറഞ്ഞ പോലെ AC കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കംഫർട്ടാണ്. വൈഫും കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് വളരെ കംഫർട്ടായിട്ട് പോകാൻ പറ്റിയത്. പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമ്മൾ പരമാവധി ഭക്ഷണമൊക്കെ കയ്യിൽ കരുതിയിരുന്നു, കാരണം ട്രെയിനിലെ ഭക്ഷണമൊക്കെ ഒഴിവാക്കാമല്ലോ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ള ഒരുപാട് യാത്രാ വിഭവങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. പക്ഷെ വിചാരിച്ച പോലെയല്ല, ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം തീർന്നു. ഞങ്ങൾ വിചാരിച്ചിരുന്നത് 2 ദിവസം കഴിഞ്ഞ് കുറച്ച് ബാക്കിയാവുന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ, ഒന്നുമില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, നമ്മളെന്നെ കൊണ്ടുപോയ സാധനം കഴിക്കാമല്ലോ, നമ്മളങ്ങനെ കഴിക്കുക. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ 2ാമത്തെ ദിവസം കുറച്ചൊക്കെ ട്രെയിനിൽ നിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നെ ആഗ്രയിലെത്തി, അന്ന് വൈകിട്ടോടെ ആഗ്രയിലെത്തി. ഞങ്ങൾ ഒരു ടീം ഒന്നിച്ചായിരുന്നു, ഒരു മലയാളി യാത്രാ സഹായി എന്ന് പറയുന്ന അവരുടെ കൂടെയായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ അതിലൊരു ഷുക്കൂർക്കൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ വല്ലാത്തൊരു പിന്നെ കെയറിങ് ആയിരുന്നു ശരിക്ക്. അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിന്നെ റൂമിലേക്ക്, അന്ന് രാത്രി നേരെ റൂമിലേക്ക് പോയി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഞായറാഴ്ച കഴിഞ്ഞു. പിന്നെ തിങ്കളാഴ്ചയാണ് ബാക്കി യാത്രകളിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞായറാഴ്ച അവിടെ എത്തിയതിന് ശേഷം അവിടെ ആഗ്രയിലാണ് എത്തിയത്. ആഗ്രയിലെത്തില്ലേ? അവിടെ പൊതുവെ ആഗ്രയിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ കാണാനുള്ളത് താജ്മഹലായിരിക്കും. അതെ അതെ. തിങ്കളാഴ്ച നേരത്തെ തന്നെ നമ്മളോട് ഇവർ ചോദിച്ചു, നേരത്തെ പുറപ്പെട്ടാൽ, നേരത്തെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാം, തിരക്ക് കുറവായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 7 മണിയോ ആ ഒരു സമയത്തൊക്കെ തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മണിയോടുകൂടിയൊക്കെ അവിടെ നിന്ന് മൊത്തത്തിൽ കണ്ട്, പിന്നെ മുമ്പത്തെ പോലെയല്ല, മുമ്പ് അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കായിരുന്നല്ലോ, ടിക്കറ്റ് ഇല്ലാതെ തന്നെ. ആ ഒരു താജ്മഹൽ കോമ്പൗണ്ടിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശിക്കായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവിടേക്ക് പ്രവേശിക്കാൻ പ്രത്യേകമായ ടിക്കറ്റ് ഒരു 200 രൂപയോ മറ്റോ എക്സ്ട്രാ കൊടുക്കണം.
സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ടോ അത് എന്താണെന്നറിയില്ല, പുതിയ ടിക്കറ്റിംഗ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു. അന്നത്തെ കമ്പയർ എന്നാണത് വന്നതെന്ന് അറിയില്ല. നമ്മൾ മുമ്പ് പോയ അന്ന് ആ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ചുറ്റുഭാഗമൊക്കെ ഇങ്ങനെ കെട്ടിമറച്ചിട്ട് അവിടേക്ക് കയറണമെങ്കിൽ തന്നെ ഇപ്പോൾ പുതിയൊരു ടിക്കറ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സമയം ഒരു 7 മണിക്ക് കയറിയിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ താജ്മഹലിലാണ് ആദ്യം സ്പെൻഡ് ചെയ്തത്. അവിടെ ആഗ്രയിൽ താജ്മഹൽ അല്ലാതെ താജ്മഹൽ കഴിഞ്ഞാൽ പിന്നെ ആഗ്ര ഫോർട്ട്, അത് രണ്ടുമാണ് നമ്മൾ കാര്യമായിട്ട് പോയിട്ടുള്ളൂ. പിന്നെ ആഗ്ര ഫോർട്ടിലേക്ക് പോയി. ഇതൊക്കെ സത്യത്തിൽ നമ്മളിങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ കാണുന്നത്, നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ സ്കൂളിൽ SS എടുക്കുന്നുണ്ട്, സോഷ്യൽ സയൻസ് UP ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ സ്മാരകങ്ങളും അല്ലെങ്കിൽ അന്നത്തെ മുഗൾ ഭരണകാലത്തെ ആ ഒരു ഭരണാധികാരികളുടെ, അക്ബർ ആണെങ്കിലും അതുപോലെ ഷാജഹാൻ ആണെങ്കിലും അങ്ങനെയുള്ള ഓരോ ഭരണാധികാരികളുടെ, മുഗൾ എംപേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാവുന്നുള്ളതാണ്. അത്തരത്തിൽ ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഡൽഹിയിൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണണം, സാധിക്കുന്നവരൊക്കെ കാണണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആഗ്ര ഫോർട്ട് ഇതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു നിർമ്മാണ രീതി എന്നൊക്കെ പറയുന്നത് ഏത് കാലത്ത്, ഏകദേശം ഒരു 2-3 നൂറ്റാണ്ട് മുമ്പാണല്ലോ. അന്നത്തെ കാലത്ത് ഈ പറയുന്ന മെഷീൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ടെക്നോളജി ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടുതലൊരു മനുഷ്യാധ്വാനമാണല്ലോ അതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അപ്പോൾ അവരൊക്കെ എത്ര പെർഫെക്റ്റായി അല്ലെങ്കിൽ ഇത്ര പിന്നെ ഉയരത്തിലും മറ്റുമൊക്കെ ഓരോ കോട്ടകളും മറ്റൊക്കെ പണിത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ വലിയ സംഭവമാണ് ശരിക്കും. നാച്ചുറൽ സൗന്ദര്യമാണ് അല്ലേ? അതെ അതെ. അതായത് മനുഷ്യരുടെ കൈകൾ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയാം അല്ലേ? അതെ അതെ. ആഗ്ര ഫോർട്ട് ഉണ്ടാക്കിയത് അക്ബറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താജ്മഹൽ പിന്നെ നമുക്കൊക്കെ അറിയാം ഷാജഹാനാണ് എന്നുള്ളത് അറിയാലോ. അപ്പോൾ ഏതായിരുന്നാലും ഈ ട്രെയിനിലുള്ളൊരു യാത്രയിൽ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് ഏകദേശമൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മുടെ നാടല്ലാത്തൊരു നാട്ടിലെത്തുമ്പോൾ അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തത് ഡൽഹിയിലൊക്കെ? അതെ, ട്രെയിനിലെ ഭക്ഷണം നമ്മുടെ ഒരു ടേസ്റ്റ് അല്ല, ചെറിയൊരു മാറ്റമുണ്ട്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് വാങ്ങിയിരുന്നല്ലോ, അപ്പോൾ ഒരു ടേസ്റ്റിന് മാറ്റമൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. നമുക്ക് പിന്നെ എല്ലാം രുചിച്ച് നോക്കുന്നൊരു ശീലം പൊതുവെ മുതിർന്നവർക്കുണ്ടാകും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവിടുത്തെ ഭക്ഷണ രീതി നമ്മൾ മലയാളി ഹോട്ടലിനായിരുന്നു ഉണ്ടായിരുന്നു, ഇവരായിട്ട് ധാരണയുള്ള കരാറുള്ള ഒരു മലയാളി ഹോട്ടലുണ്ടായിരുന്നു. അദ്ദേഹമാണ് നമുക്ക് ഓരോ സമയത്ത് ഫുഡ് ഒന്നുകിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് തരും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൽ പേര് ഞാൻ ഓർക്കുന്നില്ല, അവിടെയൊക്കെ പോയി കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു മലയാളി ടച്ച് അവിടെ കിട്ടിയിരുന്നു. അതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. അതെ, അങ്ങനെ ഏതായാലും ആഗ്രയിൽ നിന്ന് താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടതിന് ശേഷം പിന്നെ എങ്ങോട്ടാണ് തിരിച്ചത്? തിങ്കളാഴ്ച വൈകിട്ട് ഡൽഹിയിലേക്ക് തിരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഒരു ബസ്സിലാണ്, അങ്ങനെ തിരിച്ച് ആ ബസ്സിൽ അങ്ങോട്ട് യാത്ര തിരിച്ചു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ എത്താൻ ഉദ്ദേശിച്ച സമയത്തിനേക്കാളും കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഒരു രാത്രിയോട് കൂടിയാണ് എത്തിയത്. എന്നിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ തിങ്കളാഴ്ച ദിവസം അതോടുകൂടി കഴിഞ്ഞു ഡൽഹിയിലെത്തി. തിങ്കളാഴ്ച അവിടെ വൈകുന്നേരത്തോടു കൂടി ഡൽഹിയിലേക്ക് എത്താനുള്ള പ്ലാനിങ്ങിലാണ് പോകുന്നത് ആഗ്രയിൽ നിന്ന്. അതെ അതെ. അങ്ങനെ പിന്നെ വൈകിട്ടാണ് പുറപ്പെട്ടത്, ഉച്ചയ്ക്ക് ശേഷമാണ് പുറപ്പെട്ടത്. വൈകിട്ടെത്തില്ലെങ്കിലും രാത്രി അധികം വൈകാതെ എത്തുന്നായിരുന്നു ഏകദേശം സമയം കണ്ടിരുന്നത്. പക്ഷേ കുറച്ചും കൂടി ഒന്ന് ലേറ്റായിരുന്നു മാത്രം. ഏതായാലും തിങ്കളാഴ്ച അപ്പോൾ ഒന്നും പിന്നീട് കണ്ടിട്ടില്ല. ഇല്ല, ആഗ്രയിൽ നിന്ന് തിരിച്ച് പുറപ്പെട്ടു, അത്രേ ഉള്ളൂ. നല്ല മഴ ഉണ്ടായിരുന്നു യാത്രയിൽ. അവിടെ എങ്ങനെ ഈ ബസ്സിലൊക്കെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഡൽഹി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് മനസ്സിൽ നമുക്ക് കാഴ്ചകൾ ഓർമ്മ വരുന്നു. പക്ഷേ അവിടുത്തെ ചില ചേരികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നോ? യെസ്, ഉണ്ട്. പോകുമ്പോൾ നമ്മളിങ്ങനെ ഇരുവശത്തും കാണുന്ന കാഴ്ചകളാണ്. പക്ഷേ ഈ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര കുറച്ച് സമയമാണ് പകൽ വെളിച്ചത്തിലുള്ളത്, പിന്നെ ബാക്കി ഇരുട്ടായില്ലേ. പിന്നെ അത്തരം കാഴ്ചകളൊന്നും കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല. ഡൽഹിയിൽ ഏതായിരുന്നു നല്ല ഒരുപാട് കാഴ്ചകൾ ഡൽഹിയിലുണ്ട്. ആഗ്രയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചുരുക്കം ചില കാഴ്ചകളാണുള്ളത്. എന്നാൽ ഡൽഹിയിൽ അങ്ങനെയല്ലല്ലോ, തലസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. എന്തൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ? അതെ, ഡൽഹിയിലേക്ക് ഈ പറഞ്ഞ പോലെ തിങ്കളാഴ്ച രാത്രി എത്തി. പിന്നെ ചൊവ്വാഴ്ച ഒരു മുഴുദിനം ഡൽഹിയിലാണല്ലോ. അപ്പോൾ അവിടെ ആദ്യം പോയത് ഓർമ്മ ശരിയാണെങ്കിൽ കുത്തുബ് മിനാറിലാണ്. കുത്തുബുദ്ദീൻ ഐബക്കാണല്ലോ പണി കഴിപ്പിച്ച്. അപ്പോൾ കുത്തുബ് മിനാറിലേക്ക് പോയി. അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഉയരവും അതിൻ്റെ ഒരു നിർമ്മാണ രീതിയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണല്ലോ സത്യത്തിൽ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കുത്തുബുദ്ദീൻ ഐബക്കാണ് അത് തുടക്കം കുറിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്, അതിൻ്റെ ആദ്യ ഭാഗം. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് ഇൽത്തുമിഷും പിന്നീട് അതിൻ്റെ ഒരു നിർമ്മാണങ്ങളൊക്കെ ഫിറോസ് ഷാ തുഗ്ലക്കും ഒക്കെ പൂർത്തീകരിച്ചു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്.
ഏതായാലും അതിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയാണെങ്കിൽ നമ്മൾ എത്രയോ ഹൈറ്റിലാണ് ശരിക്ക്. അതിൻ്റെ ഉയരം എത്രയാണെന്ന് ഓർക്കുന്നില്ല. ഏകദേശം 72.5 മീറ്ററാണ്. നിങ്ങൾ മുമ്പ് പോയിട്ടുണ്ടല്ലേ? ഞാൻ പോയിട്ടുണ്ട്. ഡൽഹി പോയിട്ടുണ്ട്. എത്ര ഡൽഹിയിലൊരു 3 പ്രാവശ്യം പോയിട്ടുണ്ട്. 3 പ്രാവശ്യം. 3 ആവശ്യങ്ങളായിരുന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാം. ഏതായിരുന്നാലും നിങ്ങൾ കണ്ട പ്രധാനപ്പെട്ട നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്ഭുതം വേറെ തന്നെയാണ്. കുത്തുബ് മിനാർ അതും ഇത്ര മീറ്റർ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ മാൻമെയ്ഡ് ആണല്ലോ. ഇന്നിപ്പോൾ ക്രെയിനും ഒക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളാണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അന്നതല്ലല്ലോ. അവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റിയ വേറെ എന്തൊക്കെയായിരുന്നു? കുത്തുബ് മിനാർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോട്ടസ് ടെമ്പിൾ പോയി. അതിൻ്റെ പുറത്തുനിന്ന് അതിൻ്റെ ഒരു മനോഹാരിത, ഒരു താമരയുടെ ആകൃതിയിലുള്ള ആ ഒരു സംഗതി കണ്ടു. പിന്നെ ഇന്ത്യ ഗേറ്റ് ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണും. ഇന്ത്യ ഗേറ്റിൽ അതിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാലോ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ സോൾജേഴ്സ്, പട്ടാളക്കാർ, അവർ കൊല്ലപ്പെട്ടതിൻ്റെ ഒരു പ്രതീകം എന്ന നിലക്കാണത് പണി കഴിപ്പിച്ചില്ലെന്നാണ് മനസ്സിലാവുന്നത്. അതേപോലെ റെഡ് ഫോർട്ട്, അതും ഈ പറഞ്ഞ പോലെ ഇന്നും വളരെ പ്രസക്തമായൊരു മോണ്യുമെൻ്റാണ് ശരിക്കും. കാരണം ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മുടെ പ്രധാനമന്ത്രി അവിടെ നിന്നാണല്ലോ പതാക ഉയർത്തുന്നത്. അപ്പോൾ ആ ഒരു റെഡ് ഫോർട്ട് കണ്ടു. പിന്നെ അതിൻ്റെ മുന്നേ ആയിട്ട് ഇന്ദിരാഗാന്ധി മ്യൂസിയം, അത് മുന്നേ കണ്ടിട്ടുണ്ട്. എന്നാലും അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു മുന്നേയുള്ള ഒരു കാലം, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ അതുപോലെ രാജീവ് ഗാന്ധിയുടെ ഒക്കെ അവർ കൊല്ലപ്പെടുന്നതും അവരുടെ ആ ഒരു ബാക്കിയായ വസ്ത്രങ്ങൾ നുരുമ്പിയ, അതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ വല്ലാത്ത ഓർമ്മകളാണ് ശരിക്കും. ഇന്ദിരാഗാന്ധി എന്ന ഒരു ഉരുക്കു വനിതയുടെ, ആ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഒക്കെ ചരിത്രത്തിലുള്ള ശരിക്കും ആ ഒരു ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനുശേഷമാണ് റെഡ് ഫോർട്ടിലേക്ക് വരുന്നത്. റെഡ് ഫോർട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചല്ലേ ഈ ഡൽഹി ജുമാ മസ്ജിദിലേക്കുള്ളൂ. അങ്ങനെ വൈകുന്നേരം ഡൽഹി ജുമാ മസ്ജിദിലേക്ക് എത്തി. ഇന്നാണ് അസർ നമസ്കരിച്ചത്, വൈകുന്നേരമാണ് എത്തിയത്. അപ്പോൾ അവിടുന്ന് അസർ നമസ്കരിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അതിൻ്റെ താഴോട്ട് ഇറങ്ങിയാലാണല്ലോ ചാന്ദിനി ചൗക്കും അതുപോലെ പർച്ചേസിങ്, മീന ബസാറൊക്കെ അവിടെയാണല്ലോ. അപ്പോൾ അന്ന് വൈകുന്നേരം ഇപ്പോൾ നമ്മളെ ലാസ്റ്റാണ്. പിന്നെ അന്നത്തോടുകൂടി നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ അവിടെ നിന്നായിരുന്നു പർച്ചേസിങ്. പക്ഷേ സംഭവിച്ചതെന്താ വെച്ചാൽ വൈകിട്ടോടുകൂടി നല്ല മഴ വെച്ചാൽ നമ്മളൊരു കുടയൊക്കെ കരുതിയിരുന്നു. പക്ഷെ അതിന് കവച്ച് വെക്കുന്ന നല്ല മഴയായിരുന്നു. രസമായിരുന്നു. യാത്രയിൽ മഴയൊക്കെ രസമാണല്ലോ. റെഡ് ഫോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നല്ല മഴ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജമാ മസ്ജിദും അതുപോലെ ഈ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം വെള്ളത്തിലായി എന്ന് പറയുന്നവൻ ശരി. അവിടെ പിന്നെ നമ്മളെ പോക്കറ്റ് അധികം കീറിയില്ല. നമ്മളവിടെ പോയപ്പോഴും വല്ലാതെ നമ്മൾ സ്ത്രീകളുടെ പ്രത്യേകിച്ച് ഫാമിലി ആഗ്രഹിക്കുന്ന ഒന്നാണ് പർച്ചേസിംഗ്. അത് വേണ്ടത്ര നടന്നില്ല എന്നത് ഒരു. ഏതായിരുന്നാലും ഈ ഒരു യാത്ര ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളെ ഫാമിലി മാത്രമല്ല മറ്റു പല ഫാമിലീസ് ഒരു ടീം. ആരായിരുന്നു ഇതിൻ്റെ ഒരു നേതൃത്വം? ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മലയാളി യാത്രാ സഹായി എന്ന് പറയുന്ന, പിന്നെ അതിൽ തന്നെ ഷുക്കൂർക്ക എന്ന് പറയുന്ന അദ്ദേഹം വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഈ യാത്രയിൽ മറക്കാൻ പറ്റാത്ത മറ്റൊരു സംഗതി എന്താ വെച്ചാൽ ഒക്കെ സന്തോഷകരമായിരുന്നു. പക്ഷെ തിരിച്ചു വരുന്ന യാത്ര കുറച്ച് ഭയങ്കര പ്രയാസകരമായിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ AC ആണ്, കംഫർട്ടാണ്, അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ കുറച്ച് ഏതൊരു സ്റ്റോപ്പ് കഴിഞ്ഞ് തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ, നമ്മൾ ആ ഒരു ബർത്തിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ബർത്തിൽ ഒരു ഹിന്ദിക്കാരൻ, എവിടെയുള്ളതെന്നും അറിയില്ല, ആള് ഭയങ്കര റഫായിരുന്നു. ശരിക്കും റഫ് എന്ന് വെച്ചാൽ ഇദ്ദേഹം ഫുൾ ടൈം കിടന്നുറങ്ങുക. അദ്ദേഹം അത് കളിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് പറയാണ് നമുക്കുണ്ടായ ഒരു മോശം അനുഭവമാണ്. കാരണം നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും, തട്ടുമുട്ടൊക്കെ ചെയ്യുമല്ലോ. ഇതൊന്നും ഇദ്ദേഹത്തിന് പറ്റില്ല. മാത്രമല്ല ഇദ്ദേഹം ആ ബർത്തിൽ ഫുൾ ടൈം കിടക്കുക. അത് രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ലാംഗ്വേജ് പ്രശ്നമുള്ളതോട് അധികം പറയാൻ പോയില്ല. പക്ഷേ നമ്മളെ കൂടെ ഒരു മിലിറ്ററി എന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഓണം വെക്കേഷന് നാട്ടിലേക്ക് വരുമായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു സാധാ പട്ടാളക്കാരനാണ്, മലയാളിയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ക്രിസ്ത്യൻ മിഷനറിയിലോ മറ്റോ വർക്ക് ചെയ്യുന്ന ഒരു ആളുണ്ടായിരുന്നു. അവരൊക്കെ ഇദ്ദേഹത്തോട് ഇതൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നോക്കുന്നുണ്ട്, അവർക്കറിയാവുന്ന ഹിന്ദിയിൽ. പക്ഷേ ഇയാൾക്കിത് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള ഒട്ടും കോപ്പറേറ്റീവ് അല്ലാത്ത, അതെ, സഹകരിക്കാൻ ഒരു മനസ്സില്ലാത്ത, ഫുൾ ടൈം അവിടെ കിടക്കുക. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, കുട്ടികൾ തൊടുന്നോ പിടിക്കുന്നോ എടുക്കുന്നോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കുട്ടികളാണെങ്കിൽ 2 ദിവസമല്ലേ ട്രെയിനിൽ, ഇവരെങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണമല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര പ്രയാസമായിരുന്നു തിരിച്ചുള്ള യാത്ര എന്നുള്ളത്. അപ്പോൾ ഈ ഒപ്പമുള്ള യാത്രക്കാരൊക്കെ കോപ്പറേറ്റീവ് ആയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ TTR ഒക്കെ വന്നു, അവരോടും ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇയാൾ അത്രത്തോളം ഒരു അറഗൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു
അപ്പോൾ യാത്രകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും കൂടെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഇതൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്, വെല്ലുവിളികളൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും മാറ്റിവെക്കുന്ന ചില സമയങ്ങളാണ് യാത്രകൾ. ഏതായിരുന്നാലും ഈ ഒരു സമയം വരെ നമ്മൾ ഇനിയും വിശേഷങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നാലും നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ കൂടെ ഈ ഒരു സമയം വരെ പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് ഷമീൽ മഞ്ചേരിയായിരുന്നു. ഡൽഹി യാത്രയുടെ വിശേഷങ്ങളാണ് അദ്ദേഹം നമ്മുമായി പങ്കുവച്ചത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.